വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ CR നീലകണ്ഠൻ. ഇന്ന് VS അച്യുതാനന്ദൻ്റെ ആരോപണം പക്ഷേ ഇതൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഈ വിജിലൻസ് ഡയറക്ടർ ഇദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ്, അല്ലെങ്കിൽ ആ അന്വേഷണങ്ങളിൽ മേൽ നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ്. അദ്ദേഹം കേസുകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ എന്താണ് അതിന് പറയുന്നത്, മൈക്രോ ഫിനാൻസ്, അത് തന്നെ മൈക്രോ ഫിനാൻസിനെതിരായ അന്വേഷണം അടക്കമുള്ള ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം ഈ വിജിലൻസ് ഡയറക്ടർ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഈ ഡയറക്ടറെ മാറ്റരുത് എന്നും ഇത് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണെന്നും അദ്ദേഹം പറയുന്നു. ഈ ജേക്കബ് തോമസിനെതിരായ ആരോപണത്തിൻ്റെ തീവ്രത എത്രയാണ് എന്ന് തിരിച്ചറിയാതെയാണോ അദ്ദേഹത്തെ പോലെ താങ്കളടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന സംശയം കൂടിയുണ്ട്. ഇതിലൊരു സംശയമില്ല ഹർഷൻ. എന്താണെന്ന് വെച്ചാൽ ജേക്കബ് തോമസിനെതിരെ ഇപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ട ആളുകളാണ്, എത്ര വേണേൽ കാണട്ടെ. ഇപ്പോൾ നേരത്തെ ഹർഷൻ ഉന്നയിച്ച സ്പെസിഫിക് ആയിട്ടുള്ള 14 കോടിയുടെയും 2 കോടിയുടെയൊക്കെ ആരോപണം മുമ്പേ വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സപ്പോർട്ടിങ് തെളിവുകൾ എത്രയുണ്ട് വരട്ടെ, അത് കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. അത് ചീഫ് സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ ഒരുപക്ഷെ DGPക്കോ പോലും അതിൻ്റെ എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്താൻ കഴിയില്ല. VS അച്യുതാനന്ദൻ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ജേക്കബ് തോമസ് ഇരിക്കുമ്പോൾ പോലും അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ ആര് വന്നാലോ നടക്കുക. അതുകൊണ്ട് ജേക്കബ് തോമസിന് ഇപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാം, ആളുകളുടെ കുറവുണ്ടാവാം, സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, അത് മാറ്റിക്കൊടുക്കണം. ജേക്കബ് തോമസിൻ്റെ മേൽ ഇതും സമ്മർദ്ദമാണ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി എഴുതുന്നതും ടോം ജോസ് എഴുതുന്നതും ഒക്കെ ജേക്കബ് തോമസിന് മേലുള്ള സമ്മർദ്ദമാണ്. അത് മാറ്റിക്കൊടുക്കണം എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞാൽ ഞാനതിനോട് 100% യോജിക്കുന്നു. കാരണം കേരളത്തിൽ അഴിമതിക്കെതിരായി എന്തെങ്കിലും നടപടി എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു കാലം വന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു സാധ്യതയുള്ളത് കൂടി അടച്ച് ഇനി ഒരിക്കലും അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടില്ല എന്ന പഴയ സിദ്ധാന്തത്തിലേക്ക് വരുമോ എന്ന ഭയമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഇതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ അല്ല വിഷയം. മെറിറ്റിലും ഡിമെറിറ്റിലും നമ്മൾ തിരിഞ്ഞു കളിച്ചാൽ നമ്മുടെ അഴിമതി കേസുകൾ ഒരിക്കലും അന്വേഷിക്കപ്പെടാതെ പോകും. ഇതിന് മുമ്പ് ഇവിടെ വിജിലൻസ് ഡയറക്ടർമാരുണ്ടായിട്ടില്ലേ? നമ്മളിങ്ങനെ ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ബാർകോഴയിലടക്കം അത് ഈ സർക്കാരിന് താല്പര്യമുള്ള വിഷയമായിരിക്കുമല്ലോ. ബാർകോഴയിലടക്കം ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക്, തൃപ്തികരമായ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ ഈ വിജിലൻസ് ഡയറക്ടർക്കും കഴിയുന്നില്ല എന്ന അവസ്ഥയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആ വിമർശനം 100% ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജേക്കബ് തോമസ് ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. ജേക്കബ് തോമസ് അന്വേഷണത്തിൽ മുടന്തിയാൽ അതിനെതിരെയും ശക്തമായ വിമർശനം വേണം. കാരണം പക്ഷേ ഉള്ളതിൽ ഏറ്റവും ഭേദമുള്ളൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പിന്താങ്ങുന്നത്, അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്കൊരു വിരോധമില്ല. അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കട്ടെ. പ്രശ്നം അതല്ല ഹർഷൻ. ഇപ്പോൾ അന്വേഷണത്തിനൊരു സാധ്യത വരുമ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മൾ കളിയിൽ പറയുന്നത് പോലെ ഒരു ശത്രു വെച്ച് അദ്ദേഹത്തെ ചെക്ക്മേറ്റ് വെച്ച് അനങ്ങാതാക്കുകയാണ്. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പറയുന്നത് മെറിറ്റ് അല്ല നോക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം കേസിൻ്റെ മെറിറ്റ് നോക്കണം. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വാക്കുകൾ, ഇപ്പം ടോം ജോസിനെതിരായ കേസ്, അതിൻ്റെ മെറിറ്റ് നോക്കട്ടെ. അത് ചീഫ് സെക്രട്ടറി തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പത്മകുമാറിൻ്റെ പേരിലുള്ള കേസ്, അത് ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഹർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നടന്ന കെ ബാബുവിനെതിരെ അന്വേഷണം എവിടെ എത്തി? എത്ര കാലമായി? എത്ര മാസമായി? എവിടെ എത്തി? ഈ അന്വേഷണം, വിജിലൻസ് അന്വേഷണം മെറ്റിക്കുലസ് ആയിരിക്കണം. 4 പേരെ അറസ്റ്റ് ചെയ്തു, പേരെടുത്തു, ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്നു. അതായിരിക്കരുതല്ലോ. അന്വേഷണം മെറ്റിക്കുലസ് ആയിട്ട് നടത്തണം. ഉദ്യോഗസ്ഥരല്ല മുന്നിൽ നിൽക്കേണ്ടത്, അന്വേഷണമാണ് മുന്നിൽ നിൽക്കേണ്ടത്. ആ സിസ്റ്റമാണ് മുന്നിൽ നിൽക്കേണ്ടത്. സിസ്റ്റത്തിൻ്റെ മെറിറ്റാണ് CR മുന്നിൽ നിൽക്കേണ്ടത്. മെറിറ്റോ ഡിമെറിറ്റോ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അപകടമല്ലേ എന്നാണ് എൻ്റെ സംശയം. അത് വലിയ അപകടം തന്നെയാണ് CR. ഇപ്പം ഞാൻ പറയാം പത്മകുമാറിൻ്റെ കാര്യം. ഒന്നാമത് മലബാർ സിമെൻറ്റ്സ് ഒരു ബിസിനസ് സ്ഥാപനമാണ്. രണ്ടാമത് ബിസിനസ് സ്ഥാപനമാണ്, അങ്ങപ്പുറത്ത് അതൊരു ഫാക്ടറിയാണ്, ഒരു സിമെന്റ് ഉത്പാദിപ്പിക്കുന്നു. ഈ 2 ആംഗിളും വളരെ കൂലങ്കഷമായിട്ട് അന്വേഷിക്കുന്നതിന് മുമ്പ് പത്മകുമാറിനെ കയറി അറസ്റ്റ് ചെയ്തു. എന്തിനാ? ഗ്ലാമർ ഉണ്ടാക്കാൻ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ആരോപണങ്ങളിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ജേക്കബ് തോമസ് വന്നിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ മാറ്റാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് വിലയിരുത്താവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് കേസുകളുടെ അന്വേഷണ പുരോഗതി നോക്കുമ്പോൾ മനസ്സിലാവുക. ആ നിലയ്ക്ക് ആ വിഷയത്തിൽ ശ്രീ CR നീലകണ്ഠൻ അടക്കം ആരോപണമുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞു
അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് ഈ സർക്കാരിൻ്റെ താല്പര്യം മാത്രമാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? മുൻ സർക്കാർ അതിനെ ഈ നിലയ്ക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മുൻ സർക്കാരിൻ്റെ കാലത്തൊക്കെയുള്ള ബാർകോഴ അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് എന്ന്. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരവസരം ഇടതുമുന്നണിക്കുമുണ്ട്. അല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഫ്രീ ഹാൻഡ് ഈ ഗവൺമെൻറ് കിട്ടിയിരിക്കല്ലേ. ഇപ്പോൾ കെ ബാബുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതല്ല പറയാത്തതും അയാളുടെ ബന്ധുക്കളും അയാളുടെ ചാർച്ചക്കാരും ഉൾപ്പെടെ സർവ്വ ആളുകളെയും പിടിക്കുകയും മുഴുവൻ അയാളെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ കുറ്റപത്രം കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി. ആ കുറ്റപത്രം സമർപ്പിക്കാനൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും താമസിക്കുന്നത്. അതിൻ്റെ പേരിൽ അത് അന്വേഷണം ഇഴയുന്നു എന്ന് പറയുന്നതിൽ ശരിയൊന്നുമല്ല. അല്ല, അങ്ങനെയാകുമ്പോൾ ഈ രാഷ്ട്രീയമായ സർക്കാരിന്റെ താല്പര്യങ്ങളും നടപ്പാവുന്നില്ല എന്ന് വേണം കരുതാൻ. ഈ നിലയ്ക്ക് അതായത് കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള അന്വേഷണങ്ങളിലും എവിടെയെങ്കിലും കാര്യങ്ങൾ എത്തിക്കാൻ ജേക്കബ് തോമസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അവസ്ഥ. എന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം, സമയപരിമിതിയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചകളിലേക്ക് തീർച്ചയായും ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയിന്മേൽ ഈ DGPയുടെ നിയമോപദേശത്തിന്മേലൊക്കെ നടപടി ഉണ്ടാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ PM മനോജ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജേക്കബ് ജോർജ്.